ഈ അമ്മച്ചിക്ക് എന്നാ പറ്റി? നീ എന്നെ വയറ്റി പറഞ്ഞു, അതിനപ്പുറം നീ എന്നെ പറ്റാനാ? അമ്മച്ചിയുടെ ഒരു പൊളിച്ച കോമഡി. കോളനിയുടെ വലിയ സെക്രട്ടറി ആണെന്നാ പാവം. എന്തിനു കൊള്ളാം. പുതുതായിട്ടൊരു താമസക്കാർ കോളനി വന്നിട്ട് അമ്മച്ചി അവരെ ഇന്ന് പരിചയപ്പെട്ടോ? ഓ, അല്ല, അവരെ ഈ വീട്ടിലോട്ടൊന്ന് ക്ഷണിച്ചോ? ആ ഇൻസ്പെക്ടറിന്റെ മോന്ത് കണ്ട 4 മണിക്കൂർ തൊഴി ഒഴിക്കാൻ തോന്നും. പല കടന്തലോ മറ്റോ മതി കുട്ടികളായിരിക്കും. എപ്പോ നോക്കിയാലും വന്നാ പറയുന്ന മോഹന്തോ ഭയങ്കര ഭംഗിയാ. അമ്മച്ചി ഇൻസ്പെക്ടർ മാത്രമല്ലല്ലോ, അമ്മച്ചി പോലെ അമ്മച്ചിയില്ലേ അവിടെ. അതെ, എനിക്കിപ്പോ എന്തുവാ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോ അമ്മച്ചിയുടെ പ്രതിച്ഛായ ഒന്നാണെങ്കിൽ മതി. എന്ത് വേണം? ഞാൻ എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വമായിരുന്നില്ല. എന്ത് പറ്റി രാംസിംഗ്? പറയൂ. എന്നെ മനസ്സിലായില്ലേ? അത് കൊള്ളാം. നമ്മൾ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു. അതല്ല, രാംസിംഗിന്റെ പ്രശ്നം എന്താ? തുറന്നു പറയൂ. കുടിക്കാൻ വല്ലതും വേണോ, അതോ കാശ് വേണോ? വേണ്ട, कुछ नहीं मैं साहब. आपको वेजिटेबल और फिश एनीथिंग चाहिए? ഇപ്പൊന്നും വേണ്ടല്ലോ. ठीक है मैं साहब, मैं चलता हूँ. എന്നെ മനസ്സിലായില്ലേ? ഇല്ലായിരിക്കും. साहब 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 हमको एक संशय. തനിക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. 3 साल पहले സോറി പരസ്പരം സ്നേഹിച്ചിരുന്ന 2 പേർ 3 വർഷത്തിന് ശേഷം കണ്ടുകൂട്ടി. അതിലൊരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതെന്ത് അത്ഭുതമാണ് സാർ. സാർ റൈറ്റർ അല്ലേ? ഈ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീയോ പുരുഷനോ? സ്ത്രീയാ. പിന്നെന്തിനാ 3 വർഷം 3 സെക്കൻഡ് മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ത്രീ ഒരു പ്രതിഭാസം എന്ന ഞാൻ എഴുതിയ ഒരു നോവലുണ്ട്. എന്റെ അനുഭവ കഥയാ. DC ബുക്സ് കിട്ടും, മേടിച്ച് വായിച്ചു നോക്കുക. അതെ, ആരായി കഥാപാത്രം? അത് ഞാൻ വെറുതെ സംശയം ചോദിച്ചെന്നുള്ളൂ. ആ, ശുക്രിയ സാർ.